ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ തലേ ദിവസം നമ്മുടെ നോമ്പില്ലേന്നോ ആ ദിവസത്തേനോ കുറച്ചധികം നമുക്ക് വൃത്തിയാക്കാണ്ടായിരുന്നു. എല്ലാ തട്ടിക്കൊട്ടലുകളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടാനിരുന്നു. എൻ്റെ മോക്കാണെങ്കിൽ കൈ നിറയെ മൈലാഞ്ചി ഇടാനായിരുന്നു. അന്ന് നോമ്പായതുകൊണ്ട് തന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേൻനെല്ലിക്കെല്ലാം ഉണ്ടാക്കി. അതിനുശേഷം ഇതാ വൈകുന്നേരയ്ക്ക് നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു നമ്മുടെ മെയിൻ. അങ്ങനെ മഗ്‌രിബായപ്പോൾ നമ്മൾ ഫുഡെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് മാംഗോ ജ്യൂസ്, തരി, അതുപോലെ തന്നെ കടികളായിട്ട് പഴംപൊരി ഉണ്ടായിരുന്നു, കായപ്പം ഉണ്ടായിരുന്നു, അതുപോലെ ഇറച്ചിക്കായ ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സായിട്ട് വാട്ടർമെലണും മാംഗോയും ഉണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനായിട്ട് പത്തിരി ഉണ്ട്, നെയ്പ്പത്തലുണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ബീഫ് കറി ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കട്ട് ഫ്രൂട്ടും കൂടി നമ്മൾ ആഡ് ചെയ്തിരുന്നു. ഇന്നത്തെ നോമ്പ് ഭയങ്കര ക്ഷീണമായിരുന്നു, നല്ല വെയിലായതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10:30 റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മൈലാഞ്ചി ഇടാനിരുന്നു. നാളെ പെരുന്നാളല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ അന്നമോളെ നമ്മൾ നന്നായി ഉറക്കണം. അതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എനിക്ക് പെരുന്നാളിന് മൈലാഞ്ചി ഇടൽ ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാളിൻ്റെ കോസ്റ്റ്യൂം. എല്ലാ പ്രാവശ്യം ലൈറ്റ് കളേഴ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഡാർക്കാക്കി. നമ്മുടെ ആലുവിൻ്റെ കോസ്റ്റ്യൂം ഇതായിരുന്നു. ഉച്ചയായപ്പോഴത്തേന് അന്നമോളെയും റെഡിയാക്കി. മോളുടെ കോസ്റ്റ്യൂം ഈ വൈറ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. എല്ലാ പെരുന്നാളിനും ആലുവിന് 2 കോസ്റ്റ്യൂം ഉണ്ടാവാറുണ്ട്, 2ഓ 3ഓ ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഇതായിരുന്നു അടുത്തത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. അതിനുശേഷം നമ്മൾ ഓരോ വീടുകളിലൊക്കെ കറങ്ങാൻ പോയി. ഈ ദിവസം നമ്മൾ ഉച്ച കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും പോവും. നമ്മുടെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി വീട്ടിൽ കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ച് സെറ്റായി. അപ്പോൾ ഞങ്ങളുടെ വലിയ പെരുന്നാൾ ഇങ്ങനെയായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.